ഹലോ ഗൈസ്, ചാനലിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ഏസറുടെ ലാപ്ടോപ്പായ ഏസർ ആസ്പിയർ 7. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഏതാണ്ട് 6 months ആയി. അപ്പം ഇതിന്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ തരാൻ വേണ്ടിയാണ് വീഡിയോ ഇടുന്നത്. ഇതിന്റെ ഒത്തിരി പ്രോസ് ആൻഡ് കോൺസും ഉണ്ട്. അപ്പം ഇത് മൊത്തം ഈ വീഡിയോയ്ക്കകത്ത് കവർ ചെയ്യുന്നതായിരിക്കും. ഇതിനുള്ളതാണ് ഇന്റൽ കോർ i5 12th ജനറേഷൻ എച്ച് സീരീസ് പ്രൊസസർ, 8 GB റാം, 512 GB ഇന്റേണൽ സ്റ്റോറേജ്, RTX 2050 ഗ്രാഫിക്സ് കാർഡ്. ഇതിൽ മൊത്തത്തിൽ 8 കോർസ് ആൻഡ് 12 ത്രെഡ്സ് ഉണ്ട്. വൈഫൈ 6E ഉണ്ട്. പിന്നെ SSD അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ട്രാക്ക് പാഡിനകത്ത് തന്നെ ഒരു ഫിംഗർ പ്രിന്റ് സെൻസറും അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലുള്ള ഡിസ്പ്ലേ എന്ന് വെച്ചാൽ 16 ഇഞ്ച് IPS LCD ഡിസ്പ്ലേ ആണ്. 144 റിഫ്രഷ് റേറ്റ്. ഇതിന്റെ വ്യൂയിങ് ആംഗിൾസ് ഒക്കെ ഓക്കെ ആണ്. ഇതിന്റെ കളേഴ്സും ബ്രൈറ്റ്നസും ഒക്കെ അത്യാവശ്യം ഡീസന്റ് ആണ്. അടുത്ത ഇതിലുള്ള പോർട്സ് ആൻഡ് ബട്ടൺസിനെ പറ്റി പറയാം. ഏറ്റവും ആദ്യം ചാർജിംഗ് പോർട്ട്, പിന്നെ ലാനോ ഈതർനെറ്റ് കേബിൾ കുത്താനുള്ള പോർട്ട് ഉണ്ട്. HDMI 2.1 USB ടൈപ്പ് ബിയുടെ 2 പോർട്ട് ഉണ്ട്. പിന്നെ തണ്ടർബോൾട്ട് 4ന്റെ ടൈപ്പ് സി പോർട്ടും ഉണ്ട്. ഇനി ഇതിന്റെ റൈറ്റ് സൈഡിലുള്ള പോർട്സും ബട്ടൺസും നോക്കാം. ഒരു ഹെഡ്ഫോൺ ജാക്ക്, ഒരു USB ടൈപ്പ് എ പോർട്ട്, എയർ വെന്റ്, പിന്നെ ഒരു സെക്യൂരിറ്റി സ്ലോട്ട്. ബിൽഡ് ക്വാളിറ്റി ഡിസൈനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഓക്കെയാണ്. 10 out of 10 ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഇതിന്റെ ഡിസൈൻ ടോപ്പ് സൈഡിൽ അലൂമിനിയം ആണുള്ളത്. പിന്നെ ബാക്കി എല്ലാവരും പ്ലാസ്റ്റിക് ആണ്. പിന്നെ ഇത് 1 ഹാൻഡ് വെച്ച് തന്നെ തുറക്കുക അടയ്ക്കുകയും ചെയ്യാം. ഭയങ്കര സിമ്പിൾ ആണ്. അതുപോലെ തന്നെ ഇത് അത്രയ്ക്കും വെയിറ്റ് ഇല്ല. ലെസ് ദാൻ 2 kilograms. ഇപ്പം കയ്യിലൊക്കെ പിടിച്ചാൽ നല്ല. ഇതിന്റെ ബാക്ക് സൈഡ് കാണാൻ ഇങ്ങനെ ഇരിക്കും. അതിനകത്ത് എയർ കയറാനുള്ള വെന്റ്സ് ഉണ്ട്. പിന്നെ താഴെ ഡൗൺ ഫയറിംഗ് സ്പീക്കേഴ്സും ഉണ്ട്. അതിന്റെ കൂടെ തന്നെ 4 അറ്റത്തായിട്ടും റബ്ബറിന്റെ ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ലാപ്ടോപ്പിന്റെ ഇന്റീരിയർ കാണാൻ ഇങ്ങനെ ഇരിക്കും. ഇതിലാണെങ്കിൽ അതിന് ക്ലീൻ ആക്കുന്നതിന് മുമ്പുള്ള ഫോട്ടോ ആണ് എടുത്തേക്കുന്നത്. നിങ്ങൾ സമയത്തിന് ക്ലീൻ ചെയ്യുക. അത് 2 ഫാൻ ഉണ്ട്. ഒന്ന് CPU-നും മറ്റേ GPU-നും. പിന്നെ 2 റാമിന്റെ സ്ലോട്ട്സ് ഓൾറെഡി ഫിൽഡ് ആണ്. പിന്നെ വൈഫൈ കാർഡ്, ബാറ്ററി, പിന്നെ ഒരു SSD-യുടെ സ്ലോട്ടും പിച്ചുണ്ട്. അപ്പം അവിടെ നമുക്കൊരു 512 GB എക്സ്ട്രാ ഇടാൻ പറ്റും. ഇതിൽ ബാക്കിൽ കീബോർഡ്സിന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളറാണ്, ഒറ്റൊരു കളറേ ഉള്ളൂ. പിന്നെ ഇതിലുള്ള കീസിന്റെ പ്ലേസ്മെന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. രണ്ടും രണ്ടറ്റത്തായിട്ടാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇതിനകത്ത് 2 ലെവൽസ് ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ ബ്രൈറ്റ്നസ് കുറവുള്ളൂ, പിന്നെ ഒരു ബ്രൈറ്റ്നസ് കൂടിയ ലെവൽ. ഇതാണ് ഇതിനകത്ത് ക്യാമറ ക്വാളിറ്റി. 720p ആണ്. ഇതിന്റെ മൈക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് കമന്റ്സിൽ പറയും. പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഉള്ള പ്രൊസസർ എന്ന് വെച്ചാൽ ഇന്റൽ കോർ i5 12450H ആണ്. ഈ പറഞ്ഞതിൽ അവസാനം എച്ച് എന്ന് പറഞ്ഞ വേർഡ് കേട്ടോ. അതെന്ന് വെച്ചാൽ i5 എന്ന പ്രൊസസറിനകത്ത് വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ ചിപ്സെറ്റ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും പവർഫുൾ ആണെന്ന് ഞാൻ പറയത്തില്ല, കാരണം H കഴിഞ്ഞിട്ട് HX എന്ന് പറഞ്ഞ ചിപ്സെറ്റും കൂടെ ഉണ്ട്. പിന്നെ ഇതിൽ Cinebench R23 എന്ന് പറഞ്ഞ ഒരു CPU ടെസ്റ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഞാൻ റൺ ചെയ്ത് നോക്കി. അതിന്റെ സ്കോർസ് നമുക്ക് ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ കാണാം. പിന്നെ അത് മൾട്ടി കോർ സ്കോർ ഇച്ചിരി കുറവാണ്. ഞാൻ വേറെ യൂട്യൂബേഴ്സിന്റെ വീഡിയോ നോക്കിയപ്പോൾ അവർക്ക് അവരുടെ ഡിവൈസസിലുള്ള മൾട്ടി കോർ സ്കോർ കൂടുതലാണ്. എന്തുകൊണ്ടാണ് ആ ഇഷ്യൂ വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ സിംഗിൾ കോറിന്റെ സ്കോർ പ്രശ്നമില്ല. ഇതിൽ ഞാൻ കണ്ട 4 വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതും 4K ഗെയിമിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ കോഡിങ്, അങ്ങനെ ഒട്ടനവധി ഹെവി ടാസ്ക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് ഇതുവരെ വലിയ ലാഗോ ഇഷ്യൂസോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി ഇതിൽ GPU എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഞാൻ 3D മാർക്ക് എന്ന് പറഞ്ഞ ആപ്പ് റൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതൊരു GPU ടെസ്റ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇത് റൺ ചെയ്യുമ്പോൾ 4153 എന്നൊരു സ്കോർ വന്നു. ഇത് RTX 2050 വെച്ച് നോക്കുമ്പോൾ ഒരു നല്ലൊരു സ്കോറാണ്. അതിനോട് ഞാൻ ഇതിനകത്ത് കാഷ്വൽ ഗെയിംസ് ഒക്കെ കളിച്ച് നോക്കി. ഇതാണ് NFS മോസ്റ്റ് വാണ്ടഡ് എന്ന് പറഞ്ഞ ഗെയിമാണ്. ഇത് നല്ല സ്മൂത്ത് ആയിട്ട് റൺ ആകുന്നുണ്ട്. 60 FPS ലോക്ക്ഡ് ആണ്, അതായത് അതിന് വണ്ടയ്ക്ക് പോകത്തില്ല. അല്ലാതെ അത് കൂടുതൽ FPS അത് അറ്റൈൻ ചെയ്യുന്നു. സെറ്റിംഗ്സ് എല്ലാം ഇതിൽ അൾട്രയിലാണ് ഇട്ടേക്കുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഗെയിമാണ് PUBG. ലെഫ്റ്റ് സൈഡിൽ കാണാം. ഇതിപ്പം ഇട്ടേക്കുന്ന സെറ്റിംഗ്സ് എന്ന് വെച്ചാൽ മീഡിയം സെറ്റിംഗ്സിലാണ് ഇട്ടേക്കുന്നത്. 100 FPS വരെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഹൈ സെറ്റിംഗ്സ് ഇട്ട് നോക്കാം ഇത്ര കിട്ടുമെന്ന്. ഹൈയിലിടുമ്പോൾ 90 അണ്ടർ 100 ആണ് കിട്ടുന്നത്. ഒരു 80 മണ്ടയ്ക്കും 100 ഇടയ്ക്കും അത്ര ഒരു FPS കിട്ടത്തുള്ളൂ ഇതിനകത്ത് ഹൈയിലിടുമ്പോൾ. വാട്ടേജ് കണ്ടാൽ അറിയാം 43.9. അപ്പോൾ ഇതിൻ്റെ അകത്ത് 55 വാട്ട് വരെ പുഷ് ചെയ്യാൻ പറ്റും. 55 അതാണ് ഇതിൻ്റെ അകത്ത് TDP, ഇതിൻ്റെ അകത്ത് GPU-ൻ്റെ TDP. പിന്നെ ഇതിൻ്റെ അകത്ത് ടെമ്പറേച്ചേഴ്സ് നമുക്ക് ലെഫ്റ്റ് സൈഡിലും കാണാം. GPU-നാണ് കുറവ് ടെമ്പറേച്ചർ, CPU-നാണ് കൂടുതൽ ടെമ്പറേച്ചർ.
കണ്ടോ 56 FPS കിട്ടുന്നുള്ളൂ. ഇച്ചിരി കുറവാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഒന്നാമത് ഇതിൽ അൾട്രാ ഇട്ടേക്കുന്നത് നമുക്ക് ഇച്ചിരി കുറയ്ക്കാം. ഓക്കെ, ഞാൻ നോർമലി ഹൈയിലിട്ടാണ് കളിക്കുന്നത്. ഇതിനകത്താകുമ്പോൾ അത്യാവശ്യം വേണ്ട 79-80 FPS ഇത്രയൊക്കെ ധാരാളം. നമുക്കൊരു ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗെയിമും കളിക്കാൻ ഇത്ര FPS ഒക്കെ മതി. ഇതിനകത്ത് ഫിംഗർ പ്രിന്റിന്റെ അഡീഷണൽ ഫീച്ചർ ഉള്ളതുകൊണ്ട് ഇതിൽ വിൻഡോസ് ഹലോ എന്ന് പറഞ്ഞ ഫീച്ചറും വരുന്നുണ്ട്. അതായത് നമ്മുടെ ഗൂഗിൾ പാസ്വേഡ്സും മറ്റ് പാസ്വേഡ്സും ഒക്കെ ഒരു ഫിംഗർ പ്രിന്റ് വെച്ച് അതിനെ ലോക്ക് ചെയ്യും. ഇനി ലാപ്ടോപ്പ് ഫുള്ളി ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് കുറച്ച് എലിവേറ്റ് ചെയ്യും. ഇതിന്റെ അടിയിൽ നിന്ന് കിട്ടേണ്ട എയർ സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയാണ് അവർ ഈ ഒരു ഡിസൈൻ ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഇതിന്റെ ഡിസ്പ്ലേ എന്ന് വെച്ചാൽ IPS LCD ആണെന്ന്. ഈ ഡിസ്പ്ലേ ഫോട്ടോഷോപ്പ്, ഫോട്ടോ എഡിറ്റിംഗ് അതുപോലത്തെ ടാസ്ക്സിനൊന്നും അത്രയ്ക്കും സ്യൂട്ടഡ് അല്ല. നിങ്ങൾക്ക് സൈഡ് ബൈ സൈഡ് നോക്കാൻ പറ്റും IPS LCDയും OLEDും തമ്മിലുള്ള ഡിഫറൻസ്. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യമാണ് ഇതിനകത്ത് ട്രാക്ക് പാഡിലുള്ള ബട്ടൺസ് നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷേ അത് അവിടെ തന്നെ ഉണ്ട്. മാക്ബുക്സിന്റെ അതേ ഒരു ഫീൽ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്തുള്ള ടൈപ്പിംഗ് എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. ഇതിന്റെ കീബോർഡ് ഡീസെന്റ് ആണ്, ഓക്കെ ആണ്, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. ഇതിൽ പിന്നെ Acer Sense എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഇതെന്ന് വെച്ചാൽ ഇതിനകത്ത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനും അത് ചേഞ്ചസ് ഒക്കെ വരുത്താനും വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷൻ. ആദ്യം തുറന്നു നോക്കുമ്പോൾ 3 മോഡ്സ് ഉണ്ട്: സൈലന്റ്, നോർമൽ, പിന്നെ പെർഫോമൻസ്. പിന്നെ ചെക്ക് എന്ന് പറഞ്ഞ പേജിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ ബാറ്ററി, റാം, SSD ഈ 3 കാര്യങ്ങളുടെ ഇൻഫർമേഷനും അതിന്റെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനും അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പേഴ്സണൽ സെറ്റിംഗ്സ് ഒരു ഓപ്ഷനിൽ വരുവാണെങ്കിൽ അവിടെ എക്സ്ട്രാ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തുള്ള കോൺസ്, അതായത് നെഗറ്റീവ്സിനെ പറ്റി നമുക്ക് പറഞ്ഞു തുടങ്ങാം. ആദ്യത്തെ നെഗറ്റീവ് ആണ് ഇതിന്റെ സ്പീക്കർ ക്വാളിറ്റി. സ്പീക്കേഴ്സ് എന്ന് വെച്ചാൽ ബിലോ ആവറേജ്. നമ്മൾ യൂട്യൂബ്, സ്പോട്ടിഫൈ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് വോളിയം ഇനഫ് അല്ലെന്ന് നമുക്ക് തോന്നും. എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ റൈമിന്റെ അകത്ത് ഞാൻ വേണ്ട ആവേശം വെച്ചിട്ടുണ്ട്. സെയിം വോളിയം ഫുള്ള് സാധനം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഡയലോഗ് ഒന്നും കേൾക്കാൻ മേല. പക്ഷേ ഇതിനകത്ത് നമ്മൾ VLC പ്ലെയർ എന്ന് പറഞ്ഞ ആപ്പ് ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ വോളിയം 200% വരെ കൂട്ടാൻ പറ്റും. കാണിച്ചു തരാം. അപ്പോൾ വേണ്ട VLCക്കകത്ത് സെയിം സീൻ, അതേ സിനിമ. ഇപ്പം എൻ്റെ ചേട്ടന്മാർ ബാംഗ്ലൂരുണ്ടായിരുന്നു, ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരത്തില്ല. കോളേജിലൊക്കെ എന്തിനാണ് നടക്കണമെന്നല്ലോ. ഇതിൽ കണ്ടോ നല്ലപോലെ വെച്ച് കേൾക്കാം. ഈ ഒരു കേസ് മാത്രമേ ഉള്ളൂ പ്രശ്നമില്ലാത്ത, ബാക്കി എല്ലായിടത്തും വോളിയം കുറവാണ്. ഇനി ഇതിൽ ഇഷ്ടപ്പെടാത്ത വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ MS ഓഫീസിന്റെ ഫീച്ചേഴ്സ് ലൈഫ് ടൈം ഇതിൽ വരുന്നില്ല. അതായത് ഇതിൽ PPT ഫയൽസ് ആകട്ടെ, വേർഡ് ഫയൽസ് ആകട്ടെ, ഏതെങ്കിലും ഓപ്പൺ ചെയ്യാൻ നോക്കുവാണെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ഒരു സൈൻ ഇൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും എല്ലാ തവണ. സൈൻ എല്ലാം ചെയ്ത് അകത്ത് കയറി കഴിയുമ്പോൾ ആ PPT ഫയൽ വ്യൂ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ആഡ് വന്ന് കിടപ്പുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു PPT എഡിറ്റ് ചെയ്യാനാണെങ്കിൽ അതിനകത്ത് എല്ലാ ഫീച്ചേഴ്സും എനേബിൾഡ് അല്ല. മിക്ക ഫീച്ചേഴ്സ് കിട്ടാൻ വേണ്ടി സബ്സ്ക്രിപ്ഷൻ ചെയ്യണം. പിന്നെ ഈ ലാപ്ടോപ്പിൽ ഒരിടയ്ക്ക് ഈ ഒരു സാധനം സ്ഥിരമായിട്ട് കാണിക്കുമായിരുന്നു. ഞാൻ പിന്നെ ഇത് റീസെറ്റ് ചെയ്തപ്പോൾ ആ പ്രശ്നം മാറി. പിന്നുള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് ചെറിയ ചെറിയ നെഗറ്റീവ്സ്. അതായത് ഇത് കുറച്ച് ഓവർ ഹീറ്റ് ആവും. അതായത് കണ്ടിന്യൂസ് ആയിട്ട് 2-3 ഹവേഴ്സ് നമ്മൾ ഗെയിം ചെയ്യുവാണെങ്കിൽ നമ്മുടെ കീബോർഡ്സിന്റെ കീസ് ഒക്കെ നല്ലപോലെ ഹീറ്റ് ആവും. പിന്നെ ഇതിന്റെ ഒരു എയർ വെന്റ് റൈറ്റ് സൈഡിലായതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ഹെവി ടാസ്ക്, അതായത് ഗെയിമിംഗ് ഒക്കെ കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡിലോട്ടാണ് ഈ ചൂടെല്ലാം വന്ന് അടിക്കുന്നത്. ഇനി ഈ ഒരു ലാപ്ടോപ്പിന്റെ കൺക്ലൂഷൻ ഞാൻ പറയാം. ഇതിപ്പം ഏത് യൂസേഴ്സിനാണ് ഏറ്റവും ബെറ്റർ സ്യൂട്ടഡ്? ഇപ്പം ഞാൻ പറയുന്നത് ഇത് സ്റ്റുഡൻസിനാണ് ഏറ്റവും ബെസ്റ്റ് യൂസേജ് വരുന്നത്. സ്റ്റുഡൻസ്, എസ്പെഷ്യലി കോളേജ് സ്റ്റുഡൻസ്. കാരണം അവർക്ക് ഇതിനകത്ത് പ്രൊജക്ട്സ് ചെയ്യാം, അസൈൻമെന്റ്സ് ചെയ്യാം, പിന്നെ അവരുടെ ഡേ ടു ഡേ ടാസ്ക്സ് എല്ലാത്തിനും ഓക്കെയാണ് ഈ ലാപ്ടോപ്പ്. പിന്നെ ഇതിൽ ഗ്രാഫിക്സ് കാർഡ് ഉള്ളതുകൊണ്ട് അവർക്ക് കാഷ്വൽ ഗെയിംസ് ഒക്കെ ഇതിനകത്ത് കളിക്കുകയും ചെയ്യാം. അവരുടെ എന്റർടൈൻമെന്റ് പർപ്പസിന് ഇത് ഓക്കെയാണ്. ഇതിനകത്ത് ആകെയുള്ള ഡൗൺ സൈഡ്സ് എന്ന് വെച്ചാൽ ഇതിനകത്ത് സ്പീക്കേഴ്സ് കുറച്ച് കുറവാണ്. പിന്നെ ബാറ്ററി ലൈഫ് ഇല്ല, കാരണം ഇതിനകത്ത് ഗ്രാഫിക്സ് കാർഡ് വരുന്നുണ്ട്. മക് സ്വിച്ചും വരുന്നില്ല. പിന്നെ ഇതിനകത്ത് ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂസ് കുറച്ച് കാണാൻ പറ്റും. നിങ്ങൾ ബാറ്ററി ലൈഫ് പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ പുതിയ ചിപ്സെറ്റ്സ് ഇറങ്ങിയിട്ടുണ്ട്. അത് ഭയങ്കര എനർജി എഫിഷ്യൻറ്റ്. അത് ARM ചിപ്സെറ്റ്സ്, സെയിം ആസ് മാക്ബുക്സ്. അവരുടെ ഒരു ചിപ്സെറ്റിൻ്റെ രീതിയാണ് സ്നാപ്ഡ്രാഗണിനകത്തുള്ളത്. അത് ഞാൻ വേറൊരു വീഡിയോ പറയുന്നതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇൻ്റലിലെ EVO ലാപ്ടോപ്സ് ഉണ്ട്, EVO സർട്ടിഫിക്കേഷൻ കിട്ടിയ ലാപ്ടോപ്സ് ഉണ്ട്. അത് ഉപയോഗിക്കാം. അതിനകത്ത് ബാറ്ററി എഫിഷ്യൻസി നല്ലത് കിട്ടും. ഇപ്പം 50Kയുടെ മണ്ടയ്ക്ക് ഇത് മാത്രമുള്ളതെന്ന് ഞാൻ പറയത്തില്ല. വേറെ കുറച്ച് ലാപ്ടോപ്സ് ഉണ്ട്. ലെനോവോ ഉണ്ട്, MSI ഉണ്ട്, പിന്നെ അസൂസിൻ്റെ ടഫ് ഉണ്ട്. ടഫ് എന്ന് വെച്ചാൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള സീരീസാണ്. അപ്പം അതിൻ്റെയും കൂടെ ഞാൻ റെക്കമെൻഡ് ചെയ്യും.
ഗൈസ്, അപ്പോൾ അതായിരുന്നു വീഡിയോ. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ കാണാം. But you got no confidence like me. Really wanna run around and chase me. I'm not no Travis, baby, not no chase me. I work too hard, can you